അപ്പോൾ ഒരു ഞായറാഴ്ച കൂടി പരീക്ഷണങ്ങൾ വീണ്ടും. അല്പം സവാള അരിഞ്ഞത്, കാപ്സിക്കം അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് ചതച്ചത്, തക്കാളി അരിഞ്ഞത് ഓരോന്നായി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ അല്പം ഉപ്പും, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക്, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മസാല നന്നായി അരച്ചത് ഇതിലേക്ക് ചേർക്കുക. ചിക്കനിലേക്ക് നന്നായി പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വയ്ക്കാം. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് നല്ല ചൂടായതിന് ശേഷം അല്പം ഓയിൽ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മുൻപ് പുരട്ടി വെച്ച ആ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക. ചിക്കൻ വറുത്തതിന് ശേഷം വീണ്ടും പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലി, മുഴുവൻ മല്ലിയും കുരുമുളകും, പിന്നെ ബേ ലീഫ്, പച്ചമുളക് ഞെട്ടോടുകൂടി മുഴുവനായിട്ട് ഇടുക. പിന്നെ നാരങ്ങ, ശരിക്കും കറുത്ത നാരങ്ങയാണ് വേണ്ടത്, ഞങ്ങളതിൽ പച്ചനാരങ്ങയുള്ളത്. പിന്നെ ക്യൂബ്, ചിക്കൻ ക്യൂബ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ചിക്കൻ ചെരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഒരു കുക്കർ എടുത്ത് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് ബസുമതി അരി പകുതി വേവിച്ചത്. നേരത്തെ എടുത്ത കുക്കറിലേക്ക് നമ്മൾ അല്പം മുമ്പ് വേവിച്ച ആ മസാലയുടെ പകുതി, ചിക്കൻ ഒക്കെ കൂടി പകുതി ഇടുക. ഇതിലേക്ക് ആ റൈസ് ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട ചിക്കൻ്റെ മുകളിലേക്കാണ്. ആ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ബാക്കി ചിക്കനും കൂടി ഇടുക. കുക്കർ അടയ്ക്കുക. വിസിലിടാൻ മറക്കണ്ട കേട്ടോ, വിസിലിടുക. അതിന് ശേഷം ചെറിയ സിമ്മിൽ കുക്കർ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്.